നമ്മളൊരു ഡെമോക്രസിയിലാണ് ജീവിക്കുന്നത്, ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള പോലെ ആ അഭിപ്രായം തെറ്റാണെന്നും അഭിപ്രായം ഒട്ടും നല്ലതല്ലെന്നും ഒക്കെ പറയാനുള്ള അധികാരം ബാക്കിയുള്ളവർക്കുണ്ട്. അതിലെയും വിഷമിച്ചിട്ട് കാര്യമില്ല. സെൻസർഷിപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ആന്റി ഡെമോക്രാറ്റിക് പ്രോസസ് ആണെന്ന് ഞാൻ പണ്ടേ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ തുടരപ്പെടുന്ന ഒരു സമ്പ്രദായമാണ്. പക്ഷേ വി ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. രസികൻ എന്ന് പറയുന്ന മൂവിയിലെ വില്ലൻ ക്യാരക്ടർ, അതിലൊരു വളരെ നാസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കാളഭാസ്കരൻ എന്ന് പറയുന്ന വില്ലൻ. കുറച്ചേ ഉള്ളെങ്കിലും സാധാരണ ഒരാൾ ഡെബ്യൂന് സെലക്ട് ചെയ്യുന്ന ഒരു തരം ക്യാരക്ടർ അല്ല. അപ്പൊ അത് ഒരു ചലഞ്ചായിട്ട് തോന്നി. അങ്ങനെ ഡെബ്യൂ ചെയ്യാൻ താല്പര്യപ്പെടാത്തൊരു ക്യാരക്ടറിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അച്ഛൻ ആ പാരലിറ്റിക് സ്ട്രോക്ക് വന്ന സമയത്ത് ബെഡ് റിഡൻ ആയിരുന്നു 2 years. അപ്പൊ ആ സമയത്ത് ഞാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ഛനെ സന്തോഷിപ്പിക്കാനെന്ന് തോന്നിയപ്പോ എന്ന് ആലോചിച്ചപ്പോ അന്നത്തെ ഒരു തോട്ടായിരുന്നു, എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്താൽ പെർഹാപ്സ് ഇറ്റ് വിൽ ബ്രിങ് എ സ്മൈൽ ഓൺ ഹിസ് ഫേസ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ എഴുതിയതാണ് ആദ്യത്തെ കഥ. ഇപ്പൊ ഒരുപാട് AI പ്ലാറ്റ്ഫോംസ് ഉണ്ട് റൈറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ശരിക്കും അത് നല്ലതാണോ? അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റിംഗ് ഒരു ഇമോഷണൽ പ്രോസസ്സാണ്. ഇമോഷണൽ ഇന്റലിജൻസ് ഇപ്പോഴും AI അങ്ങനെ വന്നിട്ടില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ബീങ് ഓത്തന്റിക്. ഓത്തന്റിസിറ്റിയെ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് ടൂൾസും നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പൊ ഷാജിയേട്ടൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു തരം സിനിമയായിരിക്കും വരവ് എന്നാണ് ഞാൻ പറയുന്നത്. ഹായ്, മലയാളത്തിന്റെ സ്വന്തം മുരളി ഗോപിയാണ് ക്ലബ് എഫ് എമ്മിൽ ആവശ്യനോടൊപ്പം. ഹായ്, വെൽക്കം ടു ക്ലബ് എഫ് എം. ഒരുപാട് തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മേടയിൽ കൊച്ചേട്ടൻ എത്തി നിൽക്കുകയാണ്. ഷാജിയേട്ടൻ്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കെ സാജൻ ചേട്ടൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റിൽ. അപ്പോൾ ഷാജിയേട്ടൻ്റെ ഇതിനു മുമ്പുള്ള 2-3 സിനിമകളിൽ നിന്ന് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്നത്തെ എഴുത്തിന്റെ തിരക്ക് മൂലവും ബാക്കി അസൈൻമെന്റ്സ് കാരണവും അതൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ എന്തായാലും ഇത് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന മുരളി ഗോപി, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന മുരളി ഗോപി എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ പറയുക, ഭയങ്കര എല്ലാത്തിനും വ്യക്തതയുള്ള കുറച്ച് ടഫായിട്ടുള്ള ആളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ശരിക്കും ഒരു എഴുത്തുകാരനാണ്. അപ്പം മറ്റൊരു മുരളി ഗോപിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എഴുതുക? ഈ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളല്ലാണ്ട് മറ്റൊരു സൈഡ്. ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആളൊന്നുമല്ല. ലൈറ്റ് ഹാർട്ടഡ് സൈഡ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ചില്ലിംഗ് ഒക്കെ എങ്ങനെയാണ്? ലൈക്ക് കറങ്ങാനൊക്കെ സ്ഥിരം പോവും? എങ്ങനെയാണ് ഹോബീസ്? എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമാണ്, മ്യൂസിക് ഇഷ്ടമാണ്, മൂവീസ്, റീഡിങ് എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പം അഭിനയം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് സ്വന്തമായിട്ട് തന്നെയാണ് എഴുതി അഭിനയിച്ചത്. ആ ഒരു രസികൻ എന്ന് പറയുന്ന മൂവിയിലെ വില്ലൻ ക്യാരക്ടർ, അതിലെങ്ങനെയായിരുന്നു കാസ്റ്റ് ചെയ്തത്? അത് സത്യത്തിൽ അതിനു മുമ്പ് ചേകവൻ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ഞാനും ലാൽ ജോസും കൂടെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ അത് അന്ന് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോഴാണ് രസികൻ, അതിലൊരു ക്യാരക്ടറിനെ എടുത്തിട്ടാണ് രസികൻ എന്ന് പറയുന്ന പടം ചെയ്യുന്നത്. അപ്പൊ അതിലൊരു വളരെ നാസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് കാളഭാസ്കരൻ എന്ന് പറയുന്ന വില്ലൻ. കുറച്ചേ ഉള്ളെങ്കിലും സാധാരണ ഒരാൾ ഡെബ്യൂന് സെലക്ട് ചെയ്യുന്ന ഒരു തരം ക്യാരക്ടർ അല്ല. അപ്പൊ അത് ഒരു ചലഞ്ചായിട്ട് തോന്നി. അങ്ങനെ ഡെബ്യൂ ചെയ്യാൻ താല്പര്യപ്പെടാത്തൊരു ക്യാരക്ടറിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതിലൊരു ത്രിൽ ഉണ്ടല്ലേ? അത് രസമാണ്. എനിക്ക് അങ്ങനത്തെ ത്രിൽസ് ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരുന്നിട്ടാണ് കഥകളൊക്കെ എഴുതുക എന്നുള്ളത്. ഇവിടെ ഇരുന്നാണ് ലൂസിഫർ ഒക്കെ എഴുതിയത്. അതെ. ഈ ലാലേട്ടന്റെ ആ ഒരു ഇൻട്രോ സീൻ ഉണ്ടല്ലോ, പോലീസിന്റെ ബാരിക്കേഡ് ഒക്കെ തുറന്നു വരുന്ന ഒരു സാധനം, അതെങ്ങനെയായിരുന്നു? അല്ല, അത് ശരിക്ക് അതിന്റെ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു ആ സീനിൽ. അപ്പൊ അത് എഴുതുമ്പോൾ എന്റെ മനസ്സിലുള്ളത്, പണ്ട് ജയലളിത ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് രജനീകാന്തിന്റെ ഒരു ഇൻസിഡന്റ് ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ട്. അതായിരുന്നു അതിന്റെ ഇൻസ്പിറേഷൻ. എഴുതുമ്പോഴും അതായിരുന്നു മനസ്സിലുണ്ടായിരുന്നു. ഇനി ലൈക്ക് ഒരു ലെജൻഡിന്റെ മകനാണ് ഭരത് ഗോപി എന്ന് പറയുന്ന മലയാളത്തിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ശരിക്കും ഒരുപാട് പെർഫോമൻസുകൾ വന്നതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ യവനികയിലെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഒരുപാട് ക്യാരക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പം അതിലൊരു ക്യാരക്ടർ അച്ഛന് വേണ്ടി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കഥാപാത്രമായിരിക്കും കൊടുക്കുക? അങ്ങനെ ഒരു കഥാപാത്രം ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു, കാരണം എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ് അച്ഛൻ ഓൾ ടൈം. അപ്പൊ അതൊരു ട്രിബ്യൂട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കണം. അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഥ എഴുതി തുടങ്ങി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ. അച്ഛൻ ആ പാരലിറ്റിക് സ്ട്രോക്ക് വന്ന സമയത്ത് ബെഡ് റിഡൻ ആയിരുന്നു 2-3 years ഒക്കെ. അപ്പൊ ആ സമയത്ത് ഞാൻ കോളേജിലും സ്കൂളിൽ പഠിക്കുമ്പോഴാണ് വന്നത്. പിന്നെ കോളേജിലേക്ക് കയറിയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ഛനെ ഒന്ന് സന്തോഷിപ്പിക്കാനെന്ന് തോന്നിയപ്പോൾ, എന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ തോന്നിയൊരു അന്നത്തെ ഒരു തോട്ടായിരുന്നു, എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്താൽ പെർഹാപ്സ് ഇറ്റ് വിൽ ബ്രിങ് എ സ്മൈൽ ഓൺ ഹിസ് ഫേസ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ എഴുതിയതാണ് ആദ്യത്തെ കഥ. അതൊരു തുടക്കമായി ഒരു വലിയ കരിയറിന്റെ തുടക്കം അല്ലേ? അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വരവിലെ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ഷൻ സീക്വൻസുകൾ ഒരുപാടുള്ളൊരു ക്യാരക്ടറാണ്. മീൻസ് ഒരു മൂവിയാണ്. 8 കൊറിയോഗ്രാഫേഴ്സും 8 ഫൈറ്റ് സീൻസും. അല്ല, എത്ര ഫൈറ്റ് സീൻസ് മുരളി ഗോപിക്ക് ഉണ്ട്? അല്ല, അത് ശരിക്കും സിനിമ കാണുമ്പോഴായിരിക്കും നല്ലത്. സ്റ്റൺസിൽ ആണ് ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസ് ചെയ്തിട്ടുള്ളത്.
അതിൽ 8 ഡിഫറെൻറ്റ് കൊറിയോഗ്രാഫേഴ്സാണ് ആ ഫൈറ്റ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ്സിൽ ഒന്നാണ്. നാച്ചുറലി അങ്ങനെയുള്ള ഇപ്പോൾ ഷാജിയേട്ടൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു തരം സിനിമയായിരിക്കും വരവ് എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഷാജി കൈലാസ് ചിത്രങ്ങൾ ഏറ്റവും ഫേവറേറ്റ് ചിത്രം ചോദിക്കുന്നത് ഏതായിരിക്കും? അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജോണർ ഓഫ് സിനിമയിൽ അദ്ദേഹം മാസ്റ്ററാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. കാരണം ഇത് വളരെ ഈസിയാണ് ഒരു ആക്ടറിന്. ബിക്കോസ് ഒരു ഡയറക്ടറിന് ഇത്രയും കമാൻഡ് ഓവർ ക്രാഫ്റ്റ് ഉള്ള ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് വെരി ഈസി ഫോർ ദ ആർട്ടിസ്റ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് വളരെ ലേണിംഗ് എക്സ്പീരിയൻസ് കൂടെയാണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. റൈറ്ററും കൂടിയാണ്. അപ്പോൾ ഒരു കഥാപാത്രം അടുത്തേക്ക് വരുന്ന സമയത്ത് ആ സ്ക്രിപ്റ്റ് ഫുള്ള് പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ, അല്ല ക്യാരക്ടർ മാത്രമാണോ മെയിനായിട്ടും? ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറുണ്ട്. പക്ഷെ ചില ക്യാരക്ടേഴ്സിന് സ്ക്രിപ്റ്റ് മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല എന്ന് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും പറയുകയാണെങ്കിൽ അത് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാറുമില്ല. പക്ഷെ മോസ്റ്റ്ലി ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിക്കും, ഫുൾ സ്ക്രിപ്റ്റ് തരാറുമുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് വളരെ വെറൈറ്റി സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് എന്നുണ്ടെങ്കിൽ ഞാനത് എടുക്കാറാണ് മതി. ഈ വെറൈറ്റി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മീൻസ് ഇതിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു മുരളീഗോപിനെ കണ്ടൊരു പടം ഭ്രമരമാണ്. കുറച്ചുകൂടി ഇമോഷണൽ സൈഡ്, എന്താ പറയുക, ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഒരാളല്ല, ഒരുപാട് വിഷമിക്കുന്ന ഒരാളായിട്ടൊക്കെ കണ്ട ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം ശരിക്കും ഭ്രമരത്തിലേക്ക് എങ്ങനെയാണ്? രസികൻ കഴിഞ്ഞിട്ട് ഒരു 5 ഇയർ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഭ്രമരത്തിൽ വരുന്നത്. ബ്ലസ്സിയേട്ടൻ അത് ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് ആ ക്യാരക്ടറെ അഭിനയിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് കൊണ്ടാണ് ആ സിനിമയിൽ വന്നത്. അതൊരു 2ാം തുടക്കത്തിന് കാരണമായി എന്നുള്ളതാണ്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ബ്ലസ്സിയേട്ടനാണ്. മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്ത ആളാണ്, എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം ശരിക്കും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സെൻസർഷിപ്പിന്റെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. താങ്കളുടെ പടം പോലും സെൻസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും എങ്ങനെയാണ് ഒരു സെൻസർ ബോർഡ് വർക്ക് ചെയ്യേണ്ടത്? സെൻസർഷിപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ആന്റി ഡെമോക്രാറ്റിക് പ്രോസസ് ആണെന്ന് ഞാൻ പണ്ടേ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ തുടരപ്പെടുന്നൊരു സമ്പ്രദായമാണത്. അത് ശരിക്കും ഒരു കൊളോണിയൽ ലെഫ്റ്റ് ഓവർ ആണ് ആ ഹാബിറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ സെഡിഷൻ എന്ന് പറയുന്ന ലോ പോലെയാണ് സെൻസർഷിപ്പും. ഇത് രണ്ടും കൊളോണിയൽ ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണ്. അപ്പം ഇത് രണ്ടും പിന്തുടരുന്ന ഒരു ജനാധിപത്യത്തിന് ഒട്ടും ഹിതകരമല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ വി ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. മുരളീഗോപി എന്ന് പറയുന്ന ഒരു റൈറ്ററിന്റെ ഒരു ബ്ലോഗിൽ ഞാൻ വായിച്ചൊരു കാര്യമാണ്, the illiteracy of 21st century people is not their ability to read and write, but it's not their ability to learn, unlearn, relearn. അല്ല, അത് ആ കോട്ട് പറയുന്നത് തന്നെയാണ്. അപ്പോൾ അത് ഒരു ലേണിംഗ് ആൻഡ് അൺലേണിംഗ് ആൻഡ് റീലേണിംഗ് ആണ് സത്യത്തിൽ ഡെമോക്രാറ്റിക് പ്രോസസ്സിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം. കാരണം ഒരു വാട്ട് എ ഡെമോക്രസി എൻറ്റൈൽസ് എന്നുള്ളത് മനസ്സിലാക്കി പഠിച്ച ഒരു സിറ്റിസന് മാത്രമേ അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട എന്തിനാണെന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ സബ്വേർട്ട് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അത് നന്നായിട്ട് സിസ്റ്റത്തിന്റെ മെത്തേഡ്സ് പഠിച്ചിരിക്കണം. അപ്പോൾ ദാറ്റ് ഈസ് ഇൻഗ്രെയിൻഡ് ഇൻ ബീങ് എ സിറ്റിസൺ ഓഫ് എ ഡെമോക്രസി. പൊതു അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരാറുണ്ട്. ശരിക്കും അത് ഉള്ളിലേക്ക് എടുക്കാറുണ്ടോ, അല്ല ജസ്റ്റ് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു? അല്ല, അഗെയിൻ നമ്മളൊരു ഡെമോക്രസിയിലാണ് ജീവിക്കുന്നത്, ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള പോലെ ആ അഭിപ്രായം തെറ്റാണെന്നും അഭിപ്രായം ഒട്ടും നല്ലതല്ലെന്നും ഒക്കെ പറയാനുള്ള അധികാരം ബാക്കിയുള്ളവർക്കുണ്ട്. അതിലും വിഷമിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ ഒരുപാട് AI പ്ലാറ്റ്ഫോംസ് ഉണ്ട് റൈറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന. ഇപ്പം മുരളീഗോപി സാറൊക്കെ തുടങ്ങിയ സമയത്ത് സ്വന്തമായിട്ട് എഴുതി വന്ന ഒരാളാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് എടുക്കുന്നുണ്ട്. ശരിക്കും അത് നല്ലതാണോ? അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ഒരു ഇമോഷണൽ പ്രോസസ്സാണ്. അപ്പോൾ ആ ഇമോഷനെ ഒരിക്കലും AI-ക്ക് ഒരിക്കലും അതിന് ഇമോഷണൽ ഇന്റലിജൻസ് ഇപ്പോഴും AI-ക്ക് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ബീങ് ഓത്തന്റിക്. അപ്പോൾ ഓത്തന്റിസിറ്റിയെ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് ടൂൾസും നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് L3-നെ കുറിച്ചുള്ള അപ്ഡേറ്റ്. L3 നാച്ചുറലി ഒരു തേർഡ് പാർട്ട് ഫ്രാഞ്ചൈസിനുള്ളതാണ്. അപ്പോൾ അതെന്തായാലും ഉണ്ടാവണം എന്നാണ് കരുതുന്നത്. ഏത് വർഷം നമുക്കൊരു അതിപ്പോ പറയാൻ പറ്റില്ല. 2027 എന്തായാലും കഴിയും. ശരിക്കും ഈ ലൂസിഫർ എഴുതുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ക്യാരക്ടർ എഴുതുമ്പോൾ ലാലേട്ടൻ തന്നെ ആവണം എന്ന് വിചാരിച്ചു വെച്ച് എഴുതിയതാണോ, ആളെ മനസ്സിൽ കണ്ട് എഴുതിയതാണോ, അല്ല എഴുതിയ ശേഷം ദിസ് ഇസ് ആപ്റ്റ് ഫോർ ലാലേട്ടൻ എന്ന് പറഞ്ഞ്? അത് എഴുതുന്ന പ്രോസസ്സിലാണ് അത് വന്നിട്ടുള്ളത്. അല്ലാതെ എഴുതുന്നതിന് മുമ്പ് ഒരിക്കലും ഒരു ആക്ടറിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ എഴുതാറില്ല. ലെഫ്റ്റിലെ ജെയിൻ എന്ന് പറയുന്ന ക്യാരക്ടറും അങ്ങനെ എഴുതിയ ശേഷം ലാലേട്ടൻ ഒരു ലൂസിഫർ കൊടുത്തു. മമ്മൂക്കയ്ക്ക് അപ്പൊ എന്താ കൊടുക്കാൻ പോകുന്നത്? അങ്ങനെ കൊടുക്കാൻ നമ്മളെ ആളല്ലല്ലോ. പക്ഷെ മമ്മൂട്ടി സാറിന്റെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്ന് ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ? എന്തെങ്കിലും സ്ക്രിപ്റ്റ്സ് പ്ലാൻ? ഇല്ല, തൽക്കാലം ഒരു അപ്ഡേറ്റ്സ് ഇല്ല. മുരളിഗോപി സാർ ചെയ്ത കുറെ ഫിലിംസ്, എഴുതിയ കുറെ ഫിലിംസ് പിൽക്കാലത്ത് കൾട്ട് സ്റ്റാറ്റസ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഈ സിനിമ കുറച്ചുകൂടെ റെക്കഗ്നിഷൻ വേണമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ഫിലിം ഉണ്ടോ? ഒരു റൈറ്റർ എപ്പോഴും അയാളുടെ എല്ലാ സിനിമകളും അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ അത് ആളുകൾ അംഗീകരിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്, ഏത് റൈറ്ററാണ്. പക്ഷെ അതൊരു ആഗ്രഹം മാത്രമാണ്, അങ്ങനെ സംഭവിക്കണം എന്ന് നിർബന്ധം പിടിക്കാനൊന്നും പറ്റും. അപ്പോൾ അത് ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. അത് പിന്നീട് അംഗീകരിക്കുമ്പോൾ അതൊരു നിർനിമേഷമായിട്ടുള്ളൊരു മൊമെന്റ് സമ്മാനിക്കാം പൊതുവെ. 2014 ശേഷം ജോജു ജോർജുമായിട്ട് ഇപ്പോഴാണ് ഒരുമിച്ചൊരു പടം വരുന്നത്, ലൂക്ക ചുപ്പിക്ക് ശേഷം. സോ ഹൗ വാസ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ജോജു ജോർജ്? ജോജു എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്, എൻ്റെ ഫ്രണ്ടുമാണ്. ലുക്ക ചുപ്പിയിൽ വളരെ ലൈറ്റർ ആയിട്ടുള്ളൊരു കോണ്ടന്റ് ആയിരുന്നു, വളരെ പ്ലേഫുൾ ആയിട്ടുള്ള, ടോട്ടലി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രമൈസും ഒക്കെ ഉള്ളൊരു രസമുള്ളൊരു എന്താ പറയണ്ട, ഒരു ഫൺ ഫിലിം എന്നുള്ള നിലയിൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിനുശേഷം ഇപ്പോൾ ഇതിൽ വരുമ്പോൾ ഇത് ഡയഗണൽ ഓപ്പോസിറ്റ് ആണ് ശരിക്ക് വരവെന്ന് പറയുന്നത്. വരവ് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു മെയിൻ സ്ട്രീം പോട്ട് ബോയിലറാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസിൽ രണ്ടാമത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ഒരു ഭയങ്കര രസമുണ്ടായിരുന്നു. ബുക്ക് എഴുതുന്ന പോലെയല്ല ഒരിക്കലും ഒരു സ്ക്രീൻ പ്ലേ എഴുതുന്നത്. അപ്പൊ സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിന് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 മൂവീസ് ഏതൊക്കെയായിരിക്കും? അങ്ങനെ ഒരു സജഷന് എഗൻസ്റ്റ് ആണ് ഞാൻ. കാരണം സ്ക്രീൻ പ്ലേ ഓരോ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന സ്ക്രീൻ പ്ലേ ആണ് ആ സബ്ജക്റ്റിന് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒരു മോഡൽ വെച്ചിട്ട് ഒരു സ്ക്രീൻ പ്ലേ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ത്രെഡ്, ദ തീം ആൻഡ് ദ പ്രോഗ്രഷൻ. അപ്പോൾ നമുക്കൊരു ടച്ച് സ്റ്റോൺ ആയിട്ട് ഇന്ന അഞ്ച് സിനിമകളുടെ സ്ക്രീൻ പ്ലേ എന്ന് ഒരുപാട് സ്ക്രീൻ പ്ലേസ് നല്ലതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് ജോണറിലുള്ള സ്ക്രീൻ പ്ലേസ് ഉണ്ട്. ഇപ്പോൾ എനിക്കിഷ്ടമുള്ള ഡാർക്ക് നൈറ്റിന്റെ സ്ക്രീൻ പ്ലേ എനിക്കിഷ്ടമാണ്, അമേരിക്കൻ ബ്യൂട്ടി ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് ജോണറിലുള്ള സ്ക്രീൻ പ്ലേസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഈ ഇന്ന 5 സിനിമകൾ മാത്രമേ ഒരാള് റെഫറൻസ്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 5 എണ്ണം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡാർക്ക് നൈറ്റ്, അമേരിക്കൻ ബ്യൂട്ടി ഉണ്ട്, സാം മെൻഡിസിന്റെ സ്ക്രീൻ പ്ലേസ്, റെവല്യൂഷണറി റോഡ്, ഈ അടുത്ത് കണ്ട ഒരു കാഡോ ലേക്ക് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടായിരുന്നു. എന്തായാലും വരവ് മൂവി റിലീസ് ആവുകയാണ്. ഒരു ഗംഭീര സക്സസ് ആയിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ക്ലബ്. താങ്ക് യു.